നന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു, തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ. അതുപോലെ പ്രകൃതി കിണിക്കുന്ന കണ്ടില്ലേ? ആ പട്ടി കഴിവേറി കിണിക്കുന്ന കണ്ടില്ലേ? നിങ്ങൾക്കത് മനസ്സിലായോ എന്താണ് എന്നുള്ളത്? ഇതിനോടകം തന്നെ വൈറലായ ഒരു വീഡിയോ ആണ്. സംഭവം വയനാട് ദുരന്തത്തിൻ്റെ വീഡിയോസ് എല്ലാം ആ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ ഉണ്ണിമാഷ് വന്ന് സ്കൂൾ കെട്ടിടം എല്ലാം കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞ സംഭവങ്ങളെല്ലാം വീഡിയോയിൽ വന്നപ്പോൾ അതിനെടുത്ത് റീലിട്ടിരിക്കുവാണ് ഈ കള്ളപ്പന്നി. എങ്ങനെയാണ് ഇവർക്കതിന് മനസ്സ് വരുന്നത്? അല്ല, ഇവർക്കൊന്നും കുടുംബമില്ലേ? ഇവർക്കൊന്നും ഈ പറയുന്ന അച്ഛനമ്മ കൂടപ്പിറപ്പുകളൊന്നും ഇല്ലേ? ഇതൊക്കെ ഒരു ഇടിമിന്നലിൽ പൊട്ടിമുളച്ച സാധനങ്ങളാണോ? ഇവർക്കൊന്നും ഒരു ബന്ധങ്ങളുടെ വിലയറിയില്ലേ? ഇങ്ങനെ ഒരു എന്താ പറയുക, ഈ ഒരു വയനാട് ദുരന്തം എന്ന് പറയുന്നത് നമുക്കത് കേൾക്കുമ്പോൾ, ഈ ന്യൂസിലെല്ലാം കേൾക്കുമ്പോൾ തന്നെ നമുക്കങ്ങനെ തരിച്ചു പോവുകയാണ് അല്ലേ? എത്ര പേരാണ് അവിടെ അവരവരുടെ ആളുകൾ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടും പോയി, അവരുടെ ആ കണ്ണീര്, അവരുടെ ആ സങ്കടങ്ങൾ, എന്താ പറയുക, ആ വീഡിയോസിൽ കാണുന്ന കാഴ്ചകൾ അതിന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ. പക്ഷെ അതുപോലുള്ള എല്ലാം കാണുമ്പോൾ നമുക്ക് അകലേ ഇരുന്നു കൊണ്ട് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെ കൊണ്ടുവരാൻ ഞാൻ എന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ അകലെ ഇരുന്നുകൊണ്ട് ഇതുപോലെ വീഡിയോയിൽ കണ്ട് പരിതപിക്കാനും സങ്കടപ്പെടാനും നമുക്കതിന് മാത്രമേ കഴിയുന്നുള്ളൂ, വേറെ ഒന്നിനും കേൾപ്പില്ല. അപ്പം നമ്മളെ കൊണ്ടാവുന്നത് എത്രയോ പേര് അതിനിറങ്ങി, എത്രയോ പേര് പ്രാർത്ഥിക്കുന്നു, എത്രയോ പേര് എന്തൊക്കെയോ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. നേരിട്ടും അവിടെ പോയിട്ടും ആയിരക്കണക്കിന് പേര് സഹോദരങ്ങൾ ഊണും ഉറക്കവും ഇല്ലാതെ, രാപ്പകലില്ലാതെ, മഴയും വെയിലും നോക്കാതെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. ചേറിലും ചളിയിലും അല്ലേ, അവരുടെ ആരോഗ്യം കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അതും കൂടെ അവർ നോക്കാതെ എത്രയോ പേര് അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. എത്രയോ പേർക്ക് അതിൽ പരിക്കേൽക്കുന്നു. ആ പെരും മഴയത്തും പരിക്കേറ്റവർ ആ കയറിലൂടെ റോപ്പിലൂടെ കെട്ടി കൊണ്ടുവരുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് അവരെല്ലാം അങ്ങനെ പോയി അവർ രക്ഷാദൗത്യത്തിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സഹോദരങ്ങൾ, ഒരു 99% അങ്ങനെയുള്ള ആളുകളാണ്. അതിനിടയിലാണ് ഇതുപോലത്തെ പന്നികൾ, നാറികൾ, ഇതുപോലത്തെ വൃത്തികെട്ടവന്മാർ ഉള്ളത്. കുറച്ച് പേഴ്സൻറ്റേജ് ഇതുപോലത്തെ വൃത്തികെട്ടവന്മാരുണ്ട്. അത് മലയാളി എന്ന് പറയാൻ തന്നെ നമുക്ക് നാണക്കേട്. ഇതുപോലെയുള്ള ഈ മലയാളികൾ തന്നെ എന്തർത്ഥത്തിലാണ് ഈ വയനാട് ദുരന്തം കണ്ടിട്ട് ഈ നാറിക്ക് എങ്ങനെയാണ് അത് കളിയാക്കിക്കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കത് കണ്ടിട്ട് എടുത്തിട്ട് അടിക്കണ്ട ഇവനെയൊക്കെ. ഇപ്പോൾ ഞാനിത് രണ്ട് ദിവസമായി ഈ വീഡിയോസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇത് ഇവൻ്റെ ഇൻസ്റ്റയിലെല്ലാം പോയി കഴിഞ്ഞ്, ഇൻസ്റ്റയിൽ വൈറലായതാണ്, പക്ഷെ നോക്കി നമുക്ക് കാണില്ല, അതെല്ലാം തൂക്കിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ ഇവർ പോലീസ് പൊക്കി. അപ്പോൾ വീഡിയോ വൈറലാകാൻ വേണ്ടി എന്തും ആവാന്നാണോ? അല്ല, എവിടെയാണ് ഈ ഒരു മനുഷ്യരുടെ ഈ കൂട്ടത്തോടെയുള്ള ഈ രോദനം? നമുക്കത് കേൾക്കുമ്പോൾ എന്താ പറയുക, ആ പുത്തുമലയിൽ ബന്ധുക്കൾ ആരെന്ന് അറിയാതെ അവരെയൊക്കെ ആ സംസ്കരിക്കുന്ന വീഡിയോസൊക്കെ നമുക്ക് ന്യൂസിലൂടെ കാണുമ്പോൾ നമുക്ക് നെഞ്ച് തകർന്നു പോവുകയാണ് അല്ലേ? എത്ര ലക്ഷക്കണക്കിന് ആളുകൾ അതിന് വേണ്ടി ഊണ് ഉറക്കൂല്ലാതെ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ കള്ളപ്പന്നികൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഒരു കൊഞ്ഞനം കുത്തുന്നത്, കളിയാക്കുന്നത്? ആരെയാണ് ഇവൻ കളിയാക്കുന്നത്? ഇവന്റെ ആരും ഇല്ല, നാട്ടുകാരുടെ ആരൊക്കെ പോയി അതിനെതിരെ ഇവൻ എന്താ കളിയാക്കുന്നത്? ഇതാണോ വളർന്നു വരുന്ന തലമുറ? ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇതിനാണോ വിദ്യാഭ്യാസം നേടുന്നത്? ഒന്നിനും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കെങ്കിലും ചെയ്തൂടെ? എന്തിനാണ് ഈ കൊഞ്ഞനം കുത്തി അതും ചെയ്യുന്നത് വിദ്യാഭ്യാസം നേടിയ മലയാളി? അതും കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അതിന് ഒരു മലയാളി, ചെറുപ്പക്കാരായ പിള്ളേർ, ഒരു പയ്യൻ അതിനിങ്ങനെ കൊഞ്ഞനം കുത്തുക, എന്നിട്ട് വേറെ സ്റ്റേറ്റുകളിലെല്ലാം ആ വീഡിയോ വൈറലാകുക, മലയാളിക്ക് തന്നെ ഒരു പാരയാകുക. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തിൻ്റെ കഴപ്പാണ്? അപ്പോൾ ഇതിനല്ലേ തിന്നിട്ട് ഈ എല്ലിൻ്റെ അടിയിൽ കയറുക എന്ന് പറയില്ല. ഇവനെയൊക്കെ പോലീസ് പിടിച്ചിട്ട് പോയി 2 പെട കൊടുത്തത് കൊണ്ട് വല്ലതും കാര്യമുണ്ടോ? കാരണം ചോരത്തിളപ്പ്. ഈ ചോരത്തിളക്കിനതിന് ഇനി ഇതുപോലത്തെ ആരുടെ നേർക്ക്, അതൊരു മലയാളിയല്ല, തമിഴല്ല, ഏത് സ്റ്റേറ്റിലാണെങ്കിലും ഒരു മനുഷ്യജീവിൻ്റെയോ അല്ലെങ്കിൽ ഒരു മിണ്ട പ്രാണിക്കോ ഒരു ജീവനുള്ളതിനാണെങ്കിലും ഇങ്ങനെ കൊഞ്ഞനം മേലിൽ ഇവൻ ചെയ്യരുത്. അമ്മാതിരി പണിയാണ് ഇവന് കൊടുക്കേണ്ടത്. അല്ലാതെ വെറുതെ പോയി 1-2 പൊട്ടിച്ചത് കൊണ്ട് അവൻ്റെ ആ തരിപ്പ് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെയായിരിക്കും. കാരണം അവനിങ്ങനെ വൈറലാകണം, അവനെ നല്ല ഇതുപോലുള്ളതുങ്ങൾക്കൊക്കെ അതാണ് വൈറലാകണം. അതിനുവേണ്ടി എന്ത്
തൊട്ടിത്തരവും കാണിക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ചാനലിലൂടെ ഇതുപോലെ റിയാക്ടിങ് വീഡിയോ ഒന്നും ചെയ്യുന്നതല്ല കേട്ടോ. ഞാൻ അങ്ങനെ കണ്ടപ്പോൾ 1-2 വീഡിയോസ് ഞാനിങ്ങനെ എൻ്റെ ആ ഒരു പ്രതികരണം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നല്ലാതെ, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോസ് കണ്ടത് ഞാൻ അത് അപ്പോഴേ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ പോലീസ് പൊക്കി എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് പോലീസ് പൊക്കിയപ്പോൾ എനിക്ക് പോയി അവനെ 2 പൊട്ടിക്കണമെന്നുണ്ട്. ശരിക്കും എന്താ പറയുക, വെറുതെ ഇങ്ങനെ വാണിംഗ് കൊടുത്തിട്ടൊന്നും വിടാൻ പറ്റില്ല. അതിന് കാലിൽ തല്ലിയിട്ടും കാര്യമില്ല. അവനെ ബാക്കി നിങ്ങൾ പറഞ്ഞോളൂ. എനിക്ക് അത്രയും എനിക്ക് ദേഷ്യം വരും. ഈ കള്ളപ്പന്നി, ഈ ചെറ്റത്തരം ഇവൻ്റെ ഒന്നും നഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇവനെയൊക്കെ നഷ്ടപ്പെട്ടാലും ഇവൻ്റെ ജന്മം കൊടുത്ത ആൾക്കാരോ കൂടപ്പിറപ്പുകൾക്കോ എന്തെങ്കിലും സംഭവിച്ചാലും ഈ നാറി ഇതുപോലെ ആയിരിക്കും. നമ്മൾ അങ്ങനെയല്ലേ കണക്കാക്കുക. അല്ലാതെ ഒരു ബന്ധത്തിന് വില കൽപ്പിക്കുന്നവരാണെങ്കിൽ അടുത്തൊരു ജീവനുകൾ ഇതുപോലെ അലമുറയിടുമ്പോൾ അതിനെ നോക്കി കൊഞ്ഞനം കുത്തുവോ? ഒരു മനുഷ്യജീവി അതങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഇവൻ ശരിക്കും പറഞ്ഞാൽ നോർമൽ അല്ല. ഇവന്റെ അകത്ത് വേറെ ആളായിരിക്കും. അപ്പൊ ആ ആളായിരിക്കും ഈ കാണിക്കുന്ന വൃത്തികേടെല്ലാം. പക്ഷെ ഇതുപോലെ താന്തോന്നി കാണിക്കുന്നതിന് ഈ ചെറ്റയെ തല്ലി കാലൊടിച്ച് മൊക്കിലിടാണ് വേണ്ടത്. വെറുതെ 2 അടി കൊടുത്തിട്ട് വിടാൻ പറ്റില്ല. എനിക്ക് അത്രയ്ക്കും ഇങ്ങനെ അരിശമെന്ന് സോറി, ഞാനിങ്ങനെ ഒരു മാതിരി എന്താ പറയുക, ചീത്ത വാക്കുകളെല്ലാം പറയുന്ന ടൈപ്പല്ല. പക്ഷെ ആ ഒരു അരിശുണ്ടല്ലോ, ഒരു തന്തയില്ലായ്മ കാണിച്ച ആ പരനാറി ഉണ്ടല്ലോ. ഞാൻ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ പറയുന്നില്ല. പക്ഷെ നമ്മുടെ ആ ഒരു അരിശുണ്ടല്ലോ, അവൻ ആ ഒരു ദുരന്തത്തിന് ഇതുമാതിരി അങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ആ വീഡിയോ കാണുമ്പോഴുണ്ടല്ലോ, ആ ഒരു അരിശമാണ് ഇപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞത്. സോറി, ഞാൻ അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞില്ല. ആർക്കെങ്കിലും ഇത് എന്തേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയുന്നു എന്ന് വിചാരിക്കരുത്. പക്ഷെ ഈ പരനാറി, ഇതുപോലുള്ള നാറികൾക്ക് തക്ക ഒരു ശിക്ഷ കൊടുക്കണം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബൈ.